ഇന്ന് ജൂലൈ 5 6 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചലർ എന്ന മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അനശ്വര രാജൻ, ഇന്ദ്രജിത്ത് തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ OTT റിലീസ് തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. വരുന്ന ആഴ്ച ജൂലൈ 11 തീയതി സിനിമ മനോരമ മാക്സിൽ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. കാത്തിരിക്കാം ബാച്ചലറിന്റെ OTT റിലീസിനായിട്ട്. രണ്ടാമത്തേത് ആമസോൺ പ്രൈമിലൂടെ റിലീസായ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. പൂനെ ഹൈവേ എന്നാണ് സിനിമയുടെ പേര്. ഹിന്ദി ഭാഷയിൽ മാത്രം സിനിമ റിലീസായിരിക്കുകയാണ്. അടുത്തത് നേരത്തെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായ ഫയർഫ്ലൈ എന്നൊരു കന്നഡ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ കന്നഡ സിനിമ ഇപ്പോഴത്തെ തമിഴ്, മലയാളം, തെലുഗു, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി ആമസോൺ പ്രൈമിലൂടെ ലഭ്യമാക്കിയിരിക്കുകയാണ്. അടുത്തതും ഒരു അന്യഭാഷാ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണത്. രജപുത്രൻ എന്നാണ് സിനിമയുടെ പേര്. പ്രഭു കൂടി അഭിനയിച്ച സിനിമ ഇപ്പോഴത്തെ സിമ്പിളി സബത്തിൽ OTT റിലീസായിരിക്കുകയാണ്. അവസാനത്തെ രണ്ട് അപ്ഡേറ്റുകൾ മലയാളത്തിൽ നിന്നുള്ള സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതിലൊന്ന് നരിവേട്ട എന്ന സിനിമയുടേതാണ്. ടവനോട് ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിലെത്തി മികച്ച അഭിപ്രായങ്ങൾ തിയേറ്ററുകളിൽ നേടിയെടുത്ത സിനിമ സോണി ലിവിലൂടെ ഈ വരുന്ന ജൂലൈ 11 OTT റിലീസാകുകയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള പാനന്ത്യൻ ഭാഷകളിലായിരിക്കും നരിവേട്ട എന്ന പോലീസ് ഡ്രാമ സിനിമ OTT റിലീസാകുക. കാത്തിരിക്കാം OTT റിലീസിനായിട്ടും തുടർന്നുള്ള റെസ്പോൺസിനായിട്ട്. നരിവേട്ടയ്ക്കൊപ്പം ഒരേ ദിവസം ക്ലാഷ് റിലീസായിട്ടെത്തിയ മറ്റൊരു മലയാളം സിനിമയാണല്ലോ ധ്യാൻ ശ്രീനിവാസൻ നായകനെ എത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇപ്പോഴത്തെ സിനിമയുടെ OTT കാര്യം തീരുമാനമായിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിലെ എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ് മിന്നൽ മുരളി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് സിനിമ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്ന്. ഇപ്പോഴത്തെ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് സിനിമ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകും. കാത്തിരിക്കൂ കൂടുതൽ OTT വാർത്തകൾക്ക്.